Hi guys, welcome back to my drama teller. ബോക്സുവിന്റെ അസുഖത്തെക്കുറിച്ച് മിസ്റ്റർ ഗുവിനോട് അറിയാതെ പറഞ്ഞതോർത്ത് ടെൻഷൻ വേറിയാവുന്നു. ഈ കാര്യം ഞാൻ ആരോട് പറയാനാ, നീ അതോർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് മിസ്റ്റർ ഗു ഒരു മെഡിസിൻ എടുത്തു വരുന്നു. ഇത് ത്രോട്ടിലെ ഡിസ്കംഫർട്ടിനുള്ള ഒരു മരുന്നാണ് എന്ന് മിസ്റ്റർ ഗു പറയുന്നു. ഷെൻഷൻ അവന് അസുഖമുള്ളതറിഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കിയതാണോ ഇത് എന്ന് ചോദിക്കുന്നു. നിന്റെ ഒരു ആവശ്യമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവനെ ഞാൻ തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഞാൻ ചെറുപ്പത്തിൽ ഈ മരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. അവനിത് കുടിച്ചാൽ ശരിയാവുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇനി ശരിയായിട്ടില്ലെങ്കിലും സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും എന്ന് മിസ്റ്റർ ഗു പറയുന്നു. ഇപ്പൊ ഷെൻഷൻ ബോക്സുവിന് മരുന്ന് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശത്തിൽ വന്നിരിക്കുവാണ്. ഒന്നും നടക്കാത്ത പോലെ അവന്റെ മുന്നിൽ ബിഹേവ് ചെയ്യണം. സാധാരണ ഞാൻ എങ്ങനെയാണോ ചെയ്യാറുള്ളത് അങ്ങനെ തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുവാണ്. എന്നാൽ അവളുടെ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കിയതിലും വേഗത്തിൽ ഇല്ലാതാവുന്നു. അവനെങ്ങാൻ ആ സ്കൈ വീലിന്റെ കാര്യം പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും എന്നാണ് ഷെൻഷന്റെ ടെൻഷൻ. ഈ സമയത്താണ് അവൾ ആ ക്യൂട്ട് കുട്ടി ലിഫ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നത് കാണുന്നത്. അവൾക്കൊരു ഐഡിയ കിട്ടുന്നു. ഓടിയ കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിക്കുന്നു. ആ കുട്ടി ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നു. ഇപ്പൊ കോളിംഗ് ബെല്ല് കേൾക്കുന്ന ബോക്സോ CCTV-യിലൂടെ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. സോ അവൻ ആരാണെന്ന് ചോദിക്കുന്നു. എന്നാ റിപ്ലൈ ഒന്നുമില്ല. സോ ബോക്സു പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഡോറ് തുറക്കില്ല എന്ന് പറയുന്നു. ആ ക്യൂട്ട് ബോയ് നിങ്ങളുടെ അയൽവാസിയാണ് എന്ന് പറയുന്നു. അവൻ ഡോറ് തുറക്കുന്നു. കുട്ടി കൊടുത്ത് മരുന്ന് നോക്കി ബോക്സു ഇത് ആര് തന്നതാ എന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ ഗേൾഫ്രണ്ട് തന്നതാ എന്നാ കുട്ടി റിപ്ലൈ കൊടുക്കുന്നു. എന്നിട്ട് അവൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ അറിയില്ല എന്ന് പറയുന്നു. ഷെൻഷൻ ഇതെല്ലാം ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുവാണ്. ആ മരുന്ന് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അവന് മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ ആ മെസ്സേജ് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പയ്യൻ നിങ്ങൾ രണ്ടുപേരും അടി ഉണ്ടാക്കിയതുപോലെ ഉണ്ടല്ലോ, അവളെന്താ നിങ്ങൾക്ക് ഇത് നേരിട്ട് തരാതിരുന്നത്? അവള് പിന്നെയും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുവല്ലേ ചെയ്യുന്നത്? നിങ്ങൾക്കൊക്കെ ഇത്ര വളർന്നിട്ടും അടി ഉണ്ടാക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണോ തോന്നുന്നത് എന്ന് ചോദിക്കുന്നു. ബോക്സും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കുട്ടി പയ്യ, നീ വളർന്നാൽ നിനക്കും കാണാം എന്ന് പറയുന്നു. ആ പയ്യൻ നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം, എന്ന് എനിക്ക് ഇത് ബോറിംഗ് ആയിട്ടാ തോന്നിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നേരിട്ട് സംസാരിച്ചൂടെ? എന്തിനാ അറിയാത്ത ഒരാളോട് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി പറഞ്ഞ എന്ന് പറയുന്നത് കേട്ട് ബോക്സു എക്സാക്ട്ലി നീ ഒരിക്കലും അവളുടെ പോലെ ആവരുത് കേട്ടോ, ഇത് അവളുടെ തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ താങ്ക്സ് ബ്രോ എന്ന് പറയുന്നു. ആ പയ്യനും ബായ് പറഞ്ഞു പോകുന്നു. ആ കൊച്ചവിടുന്ന് പോകുന്നതും ബോക്സു ഡോറിന്റെ മുന്നിൽ മരുന്ന് വെച്ച് ഡോർ ക്ലോസ് ചെയ്ത് പോകുന്നു. ഷെൻഷൻ പമ്മി വന്ന് നോക്കുമ്പോൾ കാണുന്നതോ ആ മെഡിസിൻ ഡോറിന്റെ മുന്നിൽ ഇരിക്കുന്നത്. അങ്ങോട്ടേക്ക് ചെന്ന് ഇതെന്താ അവൻ എടുക്കാത്തെ എന്ന് ചോദിച്ചാൽ മെഡിസിൻ എടുക്കുന്നതും ബോക്സ് അവളെ പിടിച്ച് ഉള്ളിലേക്ക് കയറ്റി ഡോർ അടയ്ക്കുന്നു. ആ ഒരു മൂവ് ഷെൻഷൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. നീ എന്തിനാ എന്റെ അടുത്തുനിന്ന് ഒളിക്കുന്നേ എന്ന് ബോക്സ് ചോദിക്കുന്നു. അവളാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുവാണ്. ബോക്സു തൊട്ടടുത്തുള്ള ആ കുട്ടിയെ എനിക്ക് ഇന്നൊരു കാര്യം പഠിപ്പിച്ചു തന്നു. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം. നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പിലാണ്, അതുകൊണ്ട് നമുക്കൊന്നും ഒളിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ഷെൻഷൻ റിലേഷൻഷിപ്പിലോ? ഇല്ലില്ല ഞാനില്ല എന്ന് പറയുന്നു. ബോക്സു അതിപ്പോ നമ്മളൊരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിലും നമുക്ക് സംസാരിക്കാലോ എന്ന് പറയുന്നു. എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നാണ് ഷെൻഷൻ പറയുന്നത്. നിനക്ക് സംസാരിക്കാനുണ്ടാവില്ലായിരിക്കാം, എന്ന് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോകുന്നതും ഷെൻഷൻ ഞെട്ടിക്കൊണ്ട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. ബോക്സ് അവളോട് ഗുഡ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് പോകുന്നു. ഇപ്പൊ ഷെൻഷൻ സംസാരിക്കാൻ തുടങ്ങുന്നു. അവൾ അവന്റെ മുഖത്തേക്കേ നോക്കുന്നില്ല. ഇന്നലെ നൈറ്റ് സംഭവിച്ച കാര്യങ്ങൾ ആരും കാണരുതെന്ന് ആഗ്രഹിക്കുന്നതും വളരെ നാണക്കേട് ഉണ്ടാക്കുന്നതുമാണ് എന്ന് പറയുമ്പോൾ ബോക്സ് ചിരിച്ചിട്ട് എനിക്ക് നാണക്കേടായിട്ടൊന്നും തോന്നിയിട്ടില്ലല്ലോ എന്ന് പറയുന്നു. ഷെൻഷൻ നിങ്ങളുടെ ഏജന്റ് എന്ന നിലയിൽ നിങ്ങളുടെ ഈ ഉത്തരവാദിത്വം ഇല്ലാത്ത സ്വഭാവത്തിനെ ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മോശപ്പെട്ട ആരോഗ്യസ്ഥിതിയും സ്റ്റേബിൾ അല്ലാത്ത മാനസിക നിലയും കാരണം ആ സമയത്ത് തോന്നിയ പ്രേരണയിൽ എന്നവള് പറയുന്നതും ബോക്സു അത് പ്രേരണയൊന്നും അല്ല എന്ന് പറയുന്നു. ഷെൻഷൻ അവനോട് കച്ചറയാക്കാതിരിക്കാൻ പറഞ്ഞ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങുന്നു. എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾ ചെയ്ത തെറ്റ് ക്ഷമിച്ചു തരാൻ പറ്റും, മറക്കാനും പറ്റും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇനി ആ കാര്യം ഒരിക്കലും പറയില്ല എന്ന് പ്രോമിസ് ചെയ്യണം എന്നവള് പറയുന്നു. നീ നിന്നോട് തന്നെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് ബോക്സ് പറയുന്നതും ഷെൻഷൻ അത് മറന്നു കളാ. പിന്നെ മറ്റുള്ളവരോട് ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ഇതെല്ലാം നീ പ്രോമിസ് ചെയ്താൽ ഞാൻ നിനക്ക് ക്ഷമിച്ചു തരാം എന്ന് പറയുന്നു. അവൻ ഒട്ടും കെയർ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ഷെൻഷൻ ഞാൻ നല്ല സീരിയസ് ആണ്, നീ കളിക്കാൻ നിൽക്കല്ലേ എന്ന് പറയുന്നു. ഓക്കെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ബോക്സു ഷെൻഷന്റെ അടുത്തേക്ക് ഇരിക്കുന്നു. ഞാനത് നിന്നോട് പറഞ്ഞതുപോലെ തന്നെ ആ സ്കൈ വീൽ ഇൻസിഡന്റിന് ശേഷം ഞാൻ നല്ല സൗമ്യമായിട്ടല്ലോ ഉള്ളത്. ഇനി ഒരിക്കലും ഞാൻ നിന്നോട് അടി ഉണ്ടാക്കാൻ വരില്ല. നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടോളാം, എല്ലാം എന്ന് പറയുന്നത് കേട്ട് ഷെൻഷൻ നീ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നു. ബോക്സു ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവസരം മുതലാക്കാൻ വേണ്ടി ഇനി മുതൽ ഞാനാണ് നിന്റെ വിഷിംഗ് ട്രീ എന്നും പറഞ്ഞ് അവരുടെ തോളിലൂടെ കൈയിട്ടിരിക്കുവാണ്. ഷെൻഷൻ കൈയെടുത്ത് മാറ്റി നീ അതിനെക്കുറിച്ച് ഇനി പറയരുത് എന്ന് പറയുന്നു. നീ പറയാതെ ഒരിക്കലും ഞാൻ അത് പറയില്ല എന്ന് ബോക്സ് റിപ്ലൈ കൊടുക്കുന്നു. വീട്ടിലായാലും വിദേശത്തായാലും നിന്റെ ട്രീറ്റ്മെന്റിനോട് നീ പോസിറ്റീവായിട്ട് പ്രതികരിക്കണം എന്ന് അവൾ അടുത്ത കാര്യം പറയുന്നു. കുഴപ്പമില്ല, പക്ഷേ നീയും എന്റെ കൂടെ വേണം എന്ന് ബോക്സ് പറയുന്നു. ഷെൻഷൻ നിന്റെ ചുറ്റുമുള്ള ആൾക്കാരോട് നിന്റെ കൊളീഗ്സിനോട് അടക്കം നീ നന്നായിട്ട് പെരുമാറണം, അവരോട് താങ്ക്സ് പറയണം, ഈ ഇഡിയറ്റ്സ് എന്നൊന്നും വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ബോക്സു അതും സംബന്ധിച്ച് അവളുടെ തോളിൽ കിടക്കാനുള്ള പ്ലാനാണ്. എന്നാൽ ഷെൻഷന്റെ കലിപ്പ് കണ്ട് അവൻ അടങ്ങിയിരിക്കുന്നു. നിന്റെ ഫ്രിഡ്ജിലിരിക്കുന്ന എല്ലാ തണുത്ത സാധനങ്ങളും
നീ എടുത്തു കളയണം എന്നാണ് അവൾ അടുത്ത കാര്യം പറയുന്നത്. ബോക്സു അതൊക്കെ സീറുവിന് വേണ്ടിയുള്ളതാണ്, അതൊക്കെ കുടിച്ച് അവന്റെ സൗണ്ട് പോണം, അല്ലെങ്കിൽ നല്ല ട്യൂൺ ഇല്ലാതെ അവൻ പാടണം എന്ന് പറയുന്നതും ഷെൻഷൻ അധികം സർക്കാസം വേണ്ട എന്ന് അടുത്ത റൂള് പറയുന്നു. ബോക്സു എനിക്ക് ആ കാര്യം ഉറപ്പ് പറയാൻ പറ്റില്ല, ഞാൻ ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ അതൊക്കെ താനെ അങ്ങ് വരുക എന്ന് പറയുന്നു. ഷെൻഷൻ ഇപ്പൊ നിനക്ക് നിന്റെ തെറ്റൊക്കെ മനസ്സിലായില്ലേ, ഇനി മുതൽ എല്ലാ കാര്യങ്ങളും ശരിയാക്കണം എന്ന് പറയുന്നു. ബോക്സു ആണെങ്കിൽ ഓക്കെ ശരിയാക്ക എന്ന് പറഞ്ഞ അവളോട് ഇനി പറ നിനക്ക് എന്താ എന്നിൽ നിന്നും വേണ്ടത് എന്ന് ചോദിക്കുന്നു. ഷെൻഷനാണെങ്കിൽ അവന്റെ നോട്ടം കണ്ട് മനസ്സിൽ ഇനി ഇവൻ എന്നെ ശരിക്കും ഇഷ്ടമായിരിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് നിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ നീങ്ങിയിരിക്കുന്നു. എനിക്കൊന്നും വേണ്ട എന്ന് അവള് പറയുന്നു. ബോക്സു ആണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഷെൻഷനും ബോക്സും ഹോസ്പിറ്റലിലാണ്. ഡോക്ടർ റിപ്പോർട്ട് നോക്കിയിട്ട് അത്ര സീരിയസ് ഒന്നുമല്ല, എന്നാലും ബുദ്ധിമുട്ടാണ്. വോക്കൽ നോഡ്യൂൾസ് കൂടുതലായിട്ടും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വോക്കൽ മെമ്മറിന്റെ സെന്ററിലായിട്ടാണ് എന്ന് തുടങ്ങി ഒരുപാട് ടെക്നിക്കൽ ടേംസ് വെച്ചിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിട്ട് ബോക്സു ഓക്കെ എനിക്ക് അതിന്റെ ആവശ്യമില്ല, പിന്നെ ഈ വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവേയില്ല, കൺക്ലൂഷൻ മാത്രം പറഞ്ഞാൽ മതി, ഇത് മാറുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. നമുക്ക് 2 ചോയ്സ് ആണുള്ളത്, മെഡിസിൻ കഴിക്കാം അല്ലെങ്കിൽ സർജറി ചെയ്യാം. മെഡിസിൻ കഴിക്കുവാണെങ്കിൽ അത് എത്ര ടൈം എടുത്തുകൊണ്ട് മാറും, എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. സർജറിയുടെ കാര്യമാണെങ്കിൽ അത് കുറച്ച് റിസ്ക് ആണ്, 70% ആണ് സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത. വോയിസ് റെഡി ആവാനും റെഡി ആവാതിരിക്കാനും സാധ്യതയുണ്ട്. ഡാമേജ് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് തീരുമാനിക്കുകയാണെങ്കിലും നന്നായിട്ട് ചിന്തിക്കണം എന്ന് ഡോക്ടർ പറയുന്നു. ബോക്സു ആകെ അപ്സെറ്റ് ആയിട്ട് വേറെ ഒരു വഴിയും ഇല്ലേ എന്ന് ചോദിക്കുന്നു. നമുക്ക് ഈ 2 വഴി മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർ റിപ്ലൈ കൊടുക്കുന്നു. ഇവിടെ സ്റ്റാർ എന്റർടൈൻമെന്റ് പബ്ലിക് ആവുന്നത് കാരണം പ്രസ് മീറ്റിംഗ് വെച്ചിരിക്കുവാണ്. പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡയറക്ടർ ഡൂവും വന്നിട്ടുണ്ട്. പ്രസിഡന്റ് സ്റ്റാർ എന്റർടൈൻമെന്റ് പബ്ലിക് ആവാൻ പോവാണ്. എന്റെ എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് വാക്കുകളിൽ പറയാൻ പറ്റില്ല. സ്റ്റാർ എന്റർടൈൻമെന്റിലെ എല്ലാ സ്റ്റാഫ്സിന്റെയും കഠിനാധ്വാനത്തിന് ഞാൻ ഈ സമയത്തിൽ നന്ദി പറയുവാണ്. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് എന്റെ വൈഫിനോടാണ്. അവൾ എന്റെ എല്ലാ മോശ സമയത്തും എന്റെ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ വർഷം പകുതിയാകുമ്പോഴേക്ക് ഞങ്ങളുടെ കമ്പനി ഞങ്ങളുടെ കീ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യും. സീറോവിന്റെ സിംഗർ പ്ലസ് സോങ് റൈറ്റർ ആൽബം ആണത്. എനിക്ക് വിശ്വാസമുണ്ട് ഈ ചെറുപ്പക്കാരൻ മ്യൂസിക് ഇൻഡസ്ട്രി തന്നെ ചേഞ്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പ്രസിഡന്റ് ആൽബത്തെ കുറിച്ചും സീറുവിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ബോക്സുവിനെ ചികിത്സിക്കാൻ വേറൊരു ഡോക്ടർ വന്നിരിക്കുവാണ്. ആ ഡോക്ടർ ഞാൻ നിങ്ങളുടെ മെഡിക്കൽ റെക്കോർഡ്സും എക്സ്റേസും എല്ലാം നോക്കിയിട്ടുണ്ട്. ഇത് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരമ്പരാഗത ചൈനീസ് മെഡിസിൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എന്റെ ഒരു സജഷൻ. സർജറി ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുവാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് ആലോചിക്കണം. ഒരു സിംഗർ എന്ന നിലയിൽ നിങ്ങളുടെ സൗണ്ടിന് അത് റിസ്ക് ആണ്. പിന്നെ പരമ്പരാഗത മെഡിസിൻ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ടൈം എടുത്തിട്ടേ മാറത്തുള്ളൂ. നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച് ഞാൻ പ്രിസ്ക്രിപ്ഷനിൽ മാറ്റം വരുത്താം എന്ന് പറഞ്ഞ് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. ഒരു ഫേമസ് സിംഗർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പുറത്തിറങ്ങുന്നത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് മ്യൂസിക് ആണ് നിങ്ങളുടെ ജീവിതം എന്നുള്ളത്. പരമ്പരാഗത ചൈനീസ് മെഡിസിൻ എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിന്റെയും അസുഖത്തിന്റെയും ഇടയിലുള്ള സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നീ തന്നെ നിന്നെ കഷ്ടപ്പെടുത്തരുത്, അങ്ങ് കൂളായിട്ട് ഇരിക്കുക, ആ ഒരു കാര്യം നിന്നെ അത്ഭുതപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പോകുന്നു. ഡോക്ടർ പറഞ്ഞയക്കാൻ വേണ്ടി ഷെൻഷനും കൂടെ പോകുന്നുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് അവൾ അവളുടെ ഫോണിൽ സ്റ്റാർ എന്റർടൈൻമെന്റിന്റെ പ്രസ് മീറ്റിംഗിന്റെ വീഡിയോ കാണുന്നു. അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഷെൻഷനെ ബോക്സ് വിളിച്ചിട്ടും അവൾ അറിഞ്ഞിട്ടില്ല. പിന്നെയും അവൻ അവളെ വിളിക്കുമ്പോഴാണ് ഷെൻഷൻ വിളി കേൾക്കുന്നത്. നിനക്കെന്താ ഇത്രമാത്രം ഇപ്പൊ അതിൽ നോക്കാനുള്ള എന്ന് ബോക്സ് ചോദിക്കുന്നു. ഫോൺ എടുത്ത് വെച്ചിട്ട് അവള് ഒന്നുമില്ലാന്ന് റിപ്ലൈ കൊടുക്കുന്നു. അല്ല നീ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ, ഉള്ളിലേക്ക് കയറ് എന്ന് പറഞ്ഞ് ഷെൻഷൻ അവനെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. അല്ല നിന്നെ കാണാതിരുന്നപ്പോ ഞാൻ കരുതി ആ വയസ്സന്റെ കൂടെ എങ്ങാൻ പോയിട്ടുണ്ടാവുന്നു എന്ന് പറഞ്ഞ് ബോക്സോ ഇന്നത്തെ ദിവസത്തിന് അവളോട് താങ്ക്സ് പറയുന്നു. പിന്നെയും അവൾ ആ ഫോണിൽ നോക്കിയിരിക്കുന്ന കണ്ട് ബോക്സോ നീ എന്തോ ഇത്ര കാര്യമായിട്ട് കണ്ടോണ്ടിരിക്കുന്നേ എന്ന് ചോദിച്ചിട്ട് അവൻ ആ ഫോൺ വാങ്ങുന്നു. അതിലുള്ള പ്രസ് മീറ്റിംഗിന്റെ വീഡിയോ കണ്ടവൻ ഇതിപ്പോ ഇത്ര കാര്യമുള്ള കാര്യമൊന്നുമല്ല, റീസെന്റ് പബ്ലിക് ആയ സമയത്ത് അബ്രോഡിൽ വെച്ച് ഞാനും കോൺസേർട്ട് ചെയ്തിട്ടുണ്ട്, ഇതത്ര അത്ഭുതപ്പെടാനുള്ള കാര്യമൊന്നുമല്ല. നിനക്കറിയോ ബെൽജിയത്തിന്റെ രാജാവ് എന്റെ അച്ഛന് പൊന്നാട അണിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഷെൻഷൻ അങ്ങനെയാണോ, എന്നിട്ട് നിന്നെ പോലെ ഒരുത്തൻ എന്തിനാ ആ ഓപ്പർച്യൂണിറ്റി കളഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറയുന്നു. ബോക്സു കാരണം അവിടെ എനിക്ക് ഒന്നും ചെയ്യാനില്ല, എന്റെ അച്ഛൻ ലൈസന്റെ ഫൗണ്ടർ ആണ്, ചേച്ചി ഡിസൈനർ ആണ്, ഞാൻ മാത്രമാണ് ഫാമിലി ബിസിനസ്സുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ജോലി ചെയ്യുന്നത്. എനിക്ക് അവരുടെ നേട്ടത്തിൽ അഭിമാനമുണ്ട്, എന്നാൽ എന്റെ ടാലന്റും ഹാർഡ് വർക്കും കൊണ്ട് വേണം എനിക്ക് എന്റേതായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടാക്കാൻ. ഒരു ദിവസം ഞാൻ ഗ്രാമി അവാർഡ് വാങ്ങും, എന്റെ സ്പീച്ച് വഴി ലോകത്തെ മുഴുവൻ ഞാൻ ഉണർത്തും എന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് അവന് തൊണ്ടവേദന എടുക്കുന്നു. ഇത് കണ്ട് ഷെൻഷൻ ആദ്യം നിന്റെ ത്രോട്ട് ശരിയാക്കാൻ നോക്ക് എന്ന് പറയുന്നു. എന്നിട്ട് നമ്മുടെ കൊളീഗ്സ് എല്ലാരും ഒരു വിക്ടറി പാർട്ടി വെച്ചിട്ടുണ്ട്, പോണോ എന്ന് ചോദിക്കുന്നു. ബോക്സു ഇല്ല, ഈ ഡോക്ടറെ കാണുന്നത് വിക്ടറി പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നതിനേക്കാൾ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് നീ കഴിഞ്ഞ തവണ തന്ന മെഡിസിൻ ഇല്ലേ അത് അടിപൊളിയാണ് കേട്ടോ, ഇപ്പൊ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്, അത് കുറച്ചുകൂടെ കിട്ടുമോ എന്ന് അവൻ ചോദിക്കുന്നു. മിസ്റ്റർ ഗു ആണ് എനിക്ക് തന്നത്, എന്തൊക്കെയോ പച്ചമരുന്നൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ് എന്ന് ഷെൻഷൻ റിപ്ലൈ കൊടുക്കുന്നു. ബോക്സ് ഞെട്ടിക്കൊണ്ട് മിസ്റ്റർ ഗു ഉണ്ടാക്കിയതാണോ, ആ കച്ചറ കുക്കിന് ഇത്ര നല്ല മെഡിസിൻ ഒക്കെ ഉണ്ടാക്കാൻ അറിയോ, അങ്ങേരുടെ മഹത്തരമായ കുക്കിങ്ങിനെ പൊക്കി പറഞ്ഞ് മരുന്ന് വാങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു. ഷെൻഷൻ അവനെ നോക്കി സർക്കാസം പാടില്ല, ആരാ പ്രോമിസ് ചെയ്തേന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഓ ശരി ശരി, ഞാൻ തന്നെയാ പ്രോമിസ് ചെയ്തേ,
ഞാൻ ഇനി നോക്കിക്കോളാം, ഇനി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോളാം, നീ പറയുന്ന എല്ലാ കാര്യവും ഞാൻ ചെയ്തോളാം എന്ന് ബോക്സ് പറയുന്നു. ഷെൻഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് മിസ്റ്റർ ഗുവിന്റെ റെസ്റ്റോറന്റിലേക്ക് പോവാം, പക്ഷേ നിന്റെ ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കണം, അവിടെ പോയി കച്ചറയാവരുത്, സൗമ്യമായി പെരുമാറിയിട്ട് വേണം മരുന്ന് ചോദിക്കാൻ എന്ന് ഷെൻഷൻ പറയുന്നു. ബോക്സും ഓക്കെ ബോസ് എന്ന് പറയുന്നു. ഇവിടെ കമ്പനിയിലെ ബോക്സുവിന്റെ പോസ്റ്റർ മാറ്റിയിട്ട് അതിന് പകരം സീറോവിന്റേത് വെക്കുന്നു. സ്റ്റാഫ്സ് എല്ലാവരും തന്നെ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ബോക്സു മിസ്റ്റർ ഗുവിന്റെ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഷെൻഷന് നന്നായിട്ട് ചിരി വരുന്നുണ്ട്. അവൻ എങ്ങനെയൊക്കെയോ ഒരു സ്പൂണ് കഴിച്ചു തീർത്തിട്ട് ഡെലീഷ്യസ്, അമേസിംഗ്, ഞാൻ ഇന്നേ വരെ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഫുഡാണിത്, ഇതിനെ വെച്ച് കമ്പയർ ചെയ്യാൻ ഈ ലോകത്ത് തന്നെ വേറെ ഫുഡില്ല, എന്തുകൊണ്ടാണ് ഇത് ഇത്ര നല്ലതായത്, ഇയാൾ എവിടെയോ എത്തേണ്ടതാണ്, ഞാനും മിക്കവാറും എവിടെയെങ്കിലും ഒക്കെ എത്തുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്ത് വില കൊടുത്തിട്ടായാലും ഞാൻ ഈ മരുന്ന് വാങ്ങിയിരിക്കും എന്ന് ഷെൻഷനോട് അവൻ പറയുമ്പോഴാണ് മിസ്റ്റർ ഗു അങ്ങോട്ട് വരുന്നത്. നീ എന്താ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച ഓരോ നവരസം കാണിച്ച് കോംപ്ലിമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കണേ, അത് ഞാനങ്ങ് വിശ്വസിച്ചു എന്ന് കരുതിയോ? സത്യം പറടാ, നിനക്ക് എന്താ വേണ്ടേ എന്ന് മിസ്റ്റർ ഗു ചോദിക്കുന്നു. നിങ്ങൾ തന്ന മെഡിസിൻ ഇവന് ഉപയോഗിച്ചു, സോ കുറച്ച് അധികം മെഡിസിൻ ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു, ആ മെഡിസിൻ ഉപയോഗിച്ചിട്ട് ഇവന് നല്ല മാറ്റം ഉണ്ടായി എന്ന് ഷെൻഷൻ പറയുന്നു. മിസ്റ്റർ ഗു, ഓ അപ്പൊ മെഡിസിൻ വാങ്ങാൻ വേണ്ടി വന്നതാണ്, അതുകൊണ്ടാണ് ഇവൻ പല്ല് കടിച്ചുകൊണ്ട് സത്യം പറഞ്ഞല്ലേ എന്ന് ചോദിക്കുന്നു. ബോക്സു, നിങ്ങളൊരു ബുദ്ധിമാനാണ് കേട്ടോ, ഷെൻഷനാണ് ഈ ഒരു കാര്യം ചെയ്യാനുള്ള ധൈര്യം എനിക്ക് തന്നത്, ഫുഡിന്റെ ടേസ്റ്റ് എന്തായാലും കുഴപ്പമില്ല, നല്ലത് മാത്രമേ പറയാവൂ എന്നവൾ എന്നോട് പറഞ്ഞു എന്ന് പറയുന്നു. ഇവന്റെ സത്യസന്ധമായ പറച്ചില് കേട്ട് ഷെൻഷൻ അവനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ട് മിസ്റ്റർ ഗു, ഈ ചെറുപ്പക്കാരൻ നിനക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളാണോ, നീ അവന് വേണ്ടിയിട്ട് കള്ളമൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. ഞാൻ കള്ളം പറഞ്ഞിട്ടൊന്നുമില്ല, അവൻ സംസാരിക്കുന്ന രീതി ശരിയല്ലല്ലോ, അവന്റെ ആ ഒരു ടോൺ മാറ്റണമെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എന്ന് ഷെൻഷൻ പറയലും ബോക്സ് അത് സമ്മതിച്ചു കൊടുക്കുന്നു. മിസ്റ്റർ ഗു, ഓ അവള് പറയുന്ന എല്ലാ കാര്യവും നീ അതുപോലെ റിപ്പീറ്റ് ചെയ്യോ, നീ എന്താ അവളുടെ തത്തയാണോ എന്ന് ചോദിക്കുന്നു. ബോക്സ് ആണെങ്കിൽ എനിക്ക് എങ്ങനെ തത്തയാവാൻ പറ്റും, തത്തയ്ക്ക് പച്ച മുടിയില്ലേ, എനിക്ക് പച്ച മുടിയില്ലല്ലോ എന്ന് പറയുന്നു. ചിലർക്കൊക്കെ ഇവിടെ മഞ്ഞ കിട്ടിയിട്ടുണ്ട് എന്ന് ഷെൻഷനും പറയുന്നു. ബോക്സു അതും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. മിസ്റ്റർ ഗു, നിന്റെ ആറ്റിറ്റ്യൂഡ് ആകെ മാറിപ്പോയല്ലോ, നീ ഇവിടെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞ് ഷെൻഷനോട് ഇവൻ ആകെ മാറിപ്പോയല്ലേ എന്ന് ചോദിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയോ, ഞങ്ങൾ സ്കൈവീലിൽ വെച്ച് ഒരു സംഭവം ചെയ്തു, അതിനുശേഷം ഞങ്ങൾ അടി ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ട് ഷെൻഷൻ അവന്റെ കാലിൽ ചവിട്ടുന്നു. നീ എന്തിനാ എന്നെ ചവിട്ടിയേ എന്ന് ബോക്സ് ചോദിക്കുന്നു. ഷെൻഷൻ, ആര് ചവിട്ടി എന്ന് ചോദിച്ച് സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവൻ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് ഓർക്കുന്നത്. ബോക്സു, അയ്യോ ഞാൻ മറന്നുപോയി എന്ന് പറയുന്നു. മിസ്റ്റർ ഗു ഇതൊക്കെ കണ്ട്, സ്കൈവീലോ, നിങ്ങളിപ്പോ അതിൽ കയറിയിട്ട് കാര്യമായിട്ട് എന്താ ചെയ്തേ, തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നുണ്ടല്ലോ രണ്ടുപേരും, കൂടിപ്പോയാ ഒരു കിസ് ചെയ്യാ, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ എന്ന് പറയുന്നു. നിങ്ങൾ എക്സ്പേർട്ട് ആണല്ലോ എന്ന് ബോക്സ് ചോദിക്കുന്നു. മിസ്റ്റർ ഗു, അതൊരു ക്ലീശയല്ലേ, ഞങ്ങൾ ചെറുതായിരുന്നപ്പോ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ പഴയ കാര്യമല്ലേ, ഔട്ട് ഓഫ് ഡേറ്റ് ആയി, നിന്നെ പോലെയുള്ള പുതിയ ആളുകൾ പുതിയ കാര്യങ്ങൾ വേണം കണ്ടുപിടിക്കാൻ, ഇങ്ങനെ കോപ്പി അടിക്കല്ല വേണ്ടത്, സമയത്തിനനുസരിച്ച് പുതിയ ഓരോന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു ഉപദേശം കേട്ടിട്ട് ബോക്സ് ഹാപ്പി ആവുന്നു. മിസ്റ്റർ ഗു, ഇപ്പോ നിങ്ങൾ റിലേഷനിലാണോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ എന്തോ പറയാൻ വരുന്നത് കണ്ട് ബോക്സു, അവള് പറയുന്നത് എന്താണോ അതാണ് സത്യം എന്ന് പറയുന്നു. ഞങ്ങൾ റിലേഷനിലൊന്നുമല്ല എന്ന് ഷെൻഷൻ പറയുന്നു. മിസ്റ്റർ ഗു ആണെങ്കിൽ അത് കേട്ട് ഞെട്ടി, അല്ലേ അപ്പൊ സ്കൈവീലോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ ആണെങ്കിൽ ഇതൊക്കെ കേട്ട് ആകെ ചടച്ചിട്ട് അതൊരു ആക്സിഡന്റ് ആണ് എന്ന് പറയുന്നു. ഓ ആക്സിഡന്റ് ആണല്ലേ, എല്ലാവരും പറയുന്നത് ആക്സിഡന്റ് ആണെന്നൊക്കെ തന്നെയാണ് എന്ന് മിസ്റ്റർ ഗുവും പറയുന്നു. ബോക്സ് മിസ്റ്റർ ഗുവിനോട്, എനിക്ക് ത്രോട്ടിന് പ്രോബ്ലം ആയതുകൊണ്ട് മുഴുവൻ സ്റ്റോറിയും പറയാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ ആ മരുന്ന് തന്നിട്ട് എന്റെ ത്രോട്ട് ശരിയായ ഞാൻ ആ സ്റ്റോറി മുഴുവൻ പറയാം എന്ന് പറയുന്നു. മിസ്റ്റർ ഗു, ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ മരുന്ന് തരാം, പക്ഷേ അതിന് വേണ്ട സാധനങ്ങളൊന്നും എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല, ആ മരുന്ന് എനിക്ക് പറഞ്ഞു തന്നത് മംഗോളിയയിലുള്ള ഒരു ഡോക്ടറാണ്, അദ്ദേഹത്തെ പോയി കാണുന്നതായിരിക്കും നല്ലത്, തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങളെ സഹായിക്കും, പക്ഷേ ഇപ്പൊ അദ്ദേഹം സ്വന്തം നാട്ടിലാണുള്ളത്, അപ്പോ അവിടെ പോയി കണ്ടുപിടിക്കേണ്ടി വരും എന്ന് മിസ്റ്റർ ഗു പറയുന്നു. ബോക്സ് ആണെങ്കിൽ, ഓ അതിനെന്താ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ് നോക്കുന്നത് ഷെൻഷനെയാണ്. അവള് ഫൈനൽ ഡിസിഷൻ പറയും, അവളാണ് ബോസ് എന്ന് പറഞ്ഞ് അവളെ നോക്കിയിരിക്കുന്നു. ഷെൻഷനാണെങ്കിൽ ഇതൊക്കെ കേട്ട് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നു. ഇവിടെ ബോക്സുവിന്റെ അച്ഛന്റെ അടുത്ത് PA ഇൻഫർമേഷൻസ് പറയുവാണ്, സ്റ്റാർ എന്റർടൈൻമെന്റ് ലിസ്റ്റഡ് ആയത് കാരണം അവരുടെ കമ്പനി ഷെയർസിന്റെ വാല്യൂ കൂടിയിട്ടുണ്ട് എന്ന് PA പറയുന്നു. നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ഷെയർസ് ആർക്കും അറിയാത്ത തരത്തിൽ വാങ്ങണം എന്ന് ബോക്സുവിന്റെ അച്ഛൻ പറയുന്നു. PA, നിങ്ങളപ്പോ സ്റ്റാർ എന്റർടൈൻമെന്റ് കമ്പനി വാങ്ങാൻ പോവാണോ എന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ ഓൾറെഡി കമ്പനിയുടെ പ്രസിഡന്റിന്റെ അടുത്ത് ഈ ഒരു കാര്യം സംസാരിച്ചതാണ്, പക്ഷെ അവൻ സമ്മതിച്ചില്ല, എന്നാൽ ഞാൻ ആ കമ്പനി വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ബോക്സുവിന്റെ അച്ഛൻ പറയുന്നു. ഇപ്പൊ ഷെൻഷൻ അവളുടെ വീട്ടിലാണ്. യുവാൻ ആണെങ്കിൽ ഒരുപാട് ബാഗൊക്കെ എടുത്തിട്ട് ആകെ ടയർഡായിട്ട് കയറി വരുന്നുണ്ട്. ഇതൊക്കെ എന്താ എന്ന് ഷെൻഷൻ ചോദിച്ചതും ഇതെല്ലാം സീറുവിന് വന്ന ഗിഫ്റ്റ് ആണ്, അവന്റെ ഫാൻസ് എയർപോർട്ട് വരെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന് അവള് പറയുന്നു. എന്നിട്ട് ബോക്സുവിന്റെ ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. ആർട്ടിസ്റ്റിന്റെ ഇൻഫർമേഷൻ മറ്റുള്ളവരോട് പറയാൻ പാടില്ലല്ലോ, നീ സീറുവിന്റെ കാര്യം എന്നോടും പറയാറില്ലല്ലോ എന്ന് ഷെൻഷൻ പറയുന്നു. ഓ അല്ലേലും നിനക്ക് ഇപ്പൊ ബോക്സു ആണല്ലോ ഇമ്പോർട്ടന്റ് എന്ന് യുവാൻ പറയുന്നത് കേട്ട് ഷെൻഷൻ, എന്ത് പറ്റി മോളെ, ജലസ് ആണോ, ബോക്സുവിന്റെ വർക്ക് നീ എന്റെ ലൈഫ് എന്ന് പറയുന്നു. യുവാന്, അപ്പൊ ഓക്കെ, അല്ല സീറോ ആണ് ബോക്സു ആണോ ബെറ്റർ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ,
രണ്ടുപേരും ഡിഫറെന്റ് ആണ്. സോ ബെറ്റർ എന്ന് പറഞ്ഞ ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. യുവാനിപ്പോ ഷെൻഷനോട് ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, എനിക്ക് സീറുവിനെ ഇഷ്ടമാണ് എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് ഷെൻഷൻ ഷോക്കാവുന്നു. നിന്റെയും സീറുവിന്റെയും പാസ്റ്റിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം, അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. നിനക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് യുവാൻ ചോദിക്കുന്നു. ഷെൻഷനും ഞാൻ ഷോക്കായി എന്നുള്ളത് നേരാണ്, പക്ഷെ അത് വേറൊന്നും കൊണ്ടല്ല, പെട്ടെന്ന് കേട്ടപ്പോൾ ആ ഒരു ഇത് അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ സീറുവിനെ ഇഷ്ടപ്പെടുന്നത് നിന്റെ ഇഷ്ടമാണ് എന്ന് പറയുന്നു. ബോക്സു ഇവിടെ അവന്റെ വീട്ടിൽ നല്ല അടിപൊളി പോസിൽ കിടന്നിട്ട് അടുത്തേക്ക് ബുക്കും പിടിച്ച് വായിച്ചുകൊണ്ടിരിക്കുവാണ്. അച്ഛൻ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇതെന്തുവാടാ, എന്നെ പോലെ നിന്റെയും കണ്ട് അടിച്ചു പോയോ എന്ന് ചോദിച്ച്, അല്ല നീ എന്താ ഇപ്പൊ വീട്ടിലേക്കൊക്കെ വന്നിരിക്കുന്നേ, സാധാരണ ഈ വഴിയെ വരാത്തവനാണല്ലോ എന്ന് ചോദിക്കുന്നു. എന്റെ ഏജന്റ് ചെയ്ത പണിയാണ്, അവളാണ് ഒരു നല്ല മകനായിരിക്കണം, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എന്ന് ബോക്സ് പറയുന്നു. ഇതൊക്കെ കേട്ട് ബോക്സുവിന്റെ അച്ഛൻ നിനക്ക് ഏജന്റിനെ ഇഷ്ടമല്ലാന്നാ ഞാൻ വിചാരിച്ചേ എന്ന് പറയുന്നു. ബോക്സു എന്റെ ഏജന്റ് മാറി, ഇപ്പോൾ ഏജന്റിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവൾ എന്ത് പറഞ്ഞാലും എനിക്ക് ആ കാര്യം ശരിയായിട്ട് തോന്നും എന്ന് പറയുന്നതോടുകൂടി എപ്പിസോഡ് ഇവിടെ തീരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.